ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പൂർത്തിയായി. NDA നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. നിതീഷ് കുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. BJPക്കും JDUവിനും തുല്യ മന്ത്രിസ്ഥാനങ്ങൾ നൽകാനും ധാരണയായി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. മോർണിംഗ് ഷോയിൽ പറയൂ ബൽറാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബീഹാറിലെ വലിയ വിജയത്തിന് ശേഷം NDAയിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരാനാണ് ധാരണ. ഒപ്പം തന്നെ ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഉണ്ടാകും. BJPക്ക് തന്നെയായിരിക്കും ഈ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളും ഉണ്ടാകുക. അതേസമയം മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം അത് BJPക്കും JDUവിനും തുല്യ അംഗമായിരിക്കും. 14 അംഗങ്ങൾ മന്ത്രിമാർ വീതമായിരിക്കും 2 പാർട്ടികൾക്കും മന്ത്രിസഭയിൽ അംഗത്വം ഉണ്ടാകുക. ഒപ്പം തന്നെ അതേസമയം LJPക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 19 MLAമാരാണ് LJPക്ക് ഉള്ളത്. അതേസമയം HAMനും കുശാവാഹിയുടെ പാർട്ടിക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതം നൽകാനാണ് ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് JDUവിൻ്റെ നിയമസഭാ പാർട്ടി യോഗം പട്നയിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിന് പിന്നാലെ തന്നെ നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജി നൽകിയേക്കും എന്നാണ് JDU വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം BJPയുടെ നിയമസഭാ പാർട്ടി യോഗം നാളെയാണ് ചേരുക. അതിന് ശേഷമായിരിക്കും എന്നാണ് സത്യപ്രതിജ്ഞ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക ഔദ്യോഗികമായി എന്നുമാണ് NDA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.